ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് ചരിത്ര വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 167 ദിവസം. ദിവ്യകാരുണ്യത്തിലൂടെ ആത്മീയ ശക്തി. ഇന്നേ ദിവസം നമ്മൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-20 അധ്യായങ്ങൾ, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം, ഉത്തമഗീതങ്ങളുടെ 6-ാം അധ്യായം എന്നിവ നമ്മൾ വായിക്കുന്നു. ജസബെലിൻ്റെ ഭീഷണിയെ തുടർന്ന് സ്വന്തം ജീവനു വേണ്ടി പലായനം ചെയ്യുന്ന ഏലിയായ്ക്ക് കർത്താവിൻ്റെ ദൂതൻ അപ്പവും വെള്ളവും എത്തിച്ചു കൊടുക്കുന്നതും ചെയ്തു തീർക്കാനുള്ള ദൗത്യങ്ങൾ കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുന്നതും വിവരിക്കുന്ന വചനഭാഗങ്ങളാണ് ഇന്ന് നാം വായിക്കുന്നത്. പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശ ബാധിച്ച് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളർന്നു പോകുമ്പോൾ മുമ്പോട്ടു പോകുവാൻ വേണ്ട ആത്മീയ ശക്തി നേടാൻ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരാനുള്ള വിവേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തിരുവചനം നമ്മെ പ്രചോദിപ്പിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം. ഏലിയ ഹൊറബിൽ. ഏലിയ ചെയ്തതൊക്കെയും വാളുകൊണ്ട് പ്രവാചകന്മാരെ മുഴുവൻ അവൻ വധിച്ചതും ആഹാബ് ജസബലിനോട് വിവരിച്ചു. അപ്പോൾ ജസബൽ ഏലിയായോട് പറയാൻ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ സമയമാകുമ്പോഴേക്ക് ഞാൻ നിൻ്റെ ജീവൻ അവരിൽ ഒരുവൻ്റെ ജീവൻ പോലെ ആക്കിയില്ലെങ്കിൽ ദേവന്മാർ ഇങ്ങനെയും ഇതിൽ കൂടുതലും എന്നോട് ചെയ്യട്ടെ. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് തൻ്റെ ജീവനെ പ്രതി പലായനം ചെയ്തു. അവൻ യൂദയായിലെ ബേർഷെബായിലെത്തിയപ്പോൾ തൻ്റെ ഭൃത്യനെ അവിടെയാക്കി. അവനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾച്ചെടിയുടെ താഴെ വന്നിരുന്നു. തൻ്റെ ജീവിതാന്ത്യത്തിനായി അവൻ യാചിച്ചു. അവൻ പറഞ്ഞു, കർത്താവേ, ഇനി മതി, എൻ്റെ ജീവനോട് എടുത്താലും എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ മെച്ചമല്ലല്ലോ. ഒരു വാടാമുൾച്ചെടിയുടെ താഴെ കിടന്ന് അവൻ ഉറങ്ങി. ഇതാ അവിടെ ഒരു ദൂതൻ അവനെ തട്ടിവിളിച്ച് അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക. അവൻ നോക്കിയപ്പോൾ ഇതാ അവൻ്റെ തലയ്ക്കൽ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും. അവൻ തിന്നുകയും കുടിക്കുകയും ചെയ്തിട്ട് വീണ്ടും കിടന്നു. കർത്താവിൻ്റെ ദൂതൻ 2-ാം പ്രാവശ്യവും അവനെ തട്ടിവിളിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, കാരണം യാത്ര നിനക്ക് ദുഷ്കരമായിരിക്കും. അവൻ എഴുന്നേറ്റ് തിന്നുകയും കുടിക്കുകയും ചെയ്തു. ആ ഭക്ഷണത്തിൻ്റെ ശക്തിയാൽ 40 പകലും 40 രാവും ദൈവത്തിൻ്റെ മലയായ ഹൊറബ് വരെ അവൻ നടന്നു. അവിടെ അവൻ ഒരു ഗുഹയിലേക്ക് ചെന്ന് അവിടം പാർപ്പിടമാക്കി. ഇതാ അവൻ്റെ പക്കൽ കർത്താവിൻ്റെ വചനം എത്തി. അവിടുന്ന് അവനോട് ചോദിച്ചു, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? അവൻ പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ തീവ്രമായ തീഷ്ണതയിലാണ്. കാരണം ഇസ്രായേല്യർ അങ്ങയുടെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളുകൊണ്ട് വധിക്കുകയും ചെയ്തു. ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. എൻ്റെ ജീവനെടുക്കാൻ അവർ അന്വേഷിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, പുറത്തുപോയി മലയിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുക. ഇതാ കർത്താവ് കടന്നു പോവുകയായിരുന്നു. വലുതും കരുത്തുറ്റതുമായ ഒരു കാറ്റ് കർത്താവിൻ്റെ മുമ്പിൽ മലകൾ കീറിമുറിക്കുകയും പാറകൾ തകർക്കുകയും ചെയ്തു. കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റ് കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിൽ കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി കഴിഞ്ഞപ്പോൾ ഒരു മൃദു മന്ത്രണസ്വരം. ഏലിയ ഇത് കേട്ടപ്പോൾ മേലങ്കി കൊണ്ട് തൻ്റെ മുഖം മറച്ച് പുറത്തു വന്ന് ഗുഹാമുഖത്തു നിന്നു. ഇതാ അവനോട് ഒരു സ്വരം. അവിടുന്ന് ചോദിച്ചു, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? അവൻ പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീഷ്ണതയിലാണ്. കാരണം ഇസ്രായേല്യർ അങ്ങയുടെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളുകൊണ്ട് വധിക്കുകയും ചെയ്തു. ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു.
എൻ്റെ ജീവനെടുക്കാനായി അവർ അത് അന്വേഷിക്കുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, നീ നിൻ്റെ വഴിക്ക് ദമാസ്കസിൻ്റെ മരുഭൂമിയിലേക്ക് തിരിച്ചു പോകുക. നീ അവിടെ എത്തുമ്പോൾ ഹസായേലിനെ ആരാമിൻ്റെ മേൽ രാജാവായി അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകൻ യേഹുവിനെ ഇസ്രായേലിന് മേൽ രാജാവായി അഭിഷേകം ചെയ്യുക. ആബേൽ മെഹോലായിൽ നിന്നുള്ള ഷാഫാത്തിൻ്റെ മകൻ എലീഷായെ നിൻ്റെ സ്ഥാനത്ത് പ്രവാചകനായും അഭിഷേകം ചെയ്യുക. ഹസായേലിൻ്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ യേഹു വധിക്കും. യേഹുവിൻ്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ എലീഷ വധിക്കും. ബാലിനു വേണ്ടി മടക്കിയിട്ടില്ലാത്ത മുട്ടുകളും അവനെ ചുംബിക്കാത്ത അധരവുമുള്ള 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. എലീഷായെ വിളിക്കുന്നു. അവൻ അവിടെ നിന്ന് പോയി ഷാഫാത്തിൻ്റെ മകൻ എലീഷായെ കണ്ടെത്തി. അയാൾ ഒഴുകുകയായിരുന്നു. അയാളുടെ മുമ്പിൽ 12 ജോഡി കാളകളുണ്ടായിരുന്നു. അയാൾ 12ാമത്തേതിനൊപ്പമായിരുന്നു. ഏലിയ അയാളെ കടന്നുപോയി. അപ്പോൾ അവൻ തൻ്റെ മേലങ്കി അയാളുടെ മേലേക്കിട്ടു. അയാൾ തൻ്റെ കാളയെ ഉപേക്ഷിച്ച് ഏലിയായുടെ പിന്നാലെ ഓടിച്ചെന്നു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനെയും മാതാവിനെയും ചുംബിക്കട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ അനുഗമിക്കാം. അപ്പോൾ അവൻ അയാളോട് പറഞ്ഞു, പോയി വരിക, ഞാൻ നിന്നോടൊന്നും ചെയ്തില്ലല്ലോ. അയാൾ അവൻ്റെ പിന്നിൽ നിന്ന് മടങ്ങിപ്പോയി ഒരു ജോഡി കാളകളെ എടുത്ത് അവയെ കൊന്ന് കലപ്പ കൊണ്ട് അവയുടെ മാംസം വേവിച്ച് ജനത്തിന് നൽകി. അവർ അത് ഭക്ഷിച്ചു. അയാൾ എഴുന്നേറ്റ് ഏലിയായെ അനുഗമിച്ച് അവനെ ശുശ്രൂഷിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 20-ാം അധ്യായം. ആരാമുമായി യുദ്ധം. ആരാമിൻ്റെ രാജാവായ ബെൻഹദാദ് തൻ്റെ സൈന്യം മുഴുവനെയും ഒരുമിച്ച് കൂട്ടി. 32 രാജാക്കന്മാർ കുതിരയോടും രഥത്തോടും കൂടെ അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ സമരിയക്കെതിരെ കയറിച്ചെന്ന് ഉപരോധമേർപ്പെടുത്തി അതിനോട് യുദ്ധം ചെയ്തു. അവൻ ദൂതന്മാരെ ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ പക്കലേക്ക് പട്ടണത്തിലേക്ക് അയച്ചു. അവൻ അയാളോട് പറഞ്ഞു, ബെൻഹദാദ് ഇങ്ങനെ അറിയിക്കുന്നു, നിൻ്റെ വെള്ളിയും നിൻ്റെ സ്വർണവും എൻ്റേതാണ്, നിൻ്റെ ഭാര്യമാരും സമർത്ഥന്മാരായ മക്കളും എനിക്കുള്ളതാണ്. ഇസ്രായേൽ രാജാവ് മറുപടിയായി പറഞ്ഞു, എൻ്റെ യജമാനായ രാജാവേ, അങ്ങയുടെ വാക്കുപോലെ ഞാനും എനിക്കുള്ളതും അങ്ങയുടേതാണ്. ദൂതന്മാർ തിരിച്ചു വന്നു പറഞ്ഞു, ബെൻഹദാദ് ഇങ്ങനെ പറയാൻ ആജ്ഞാപിച്ചിരിക്കുന്നു, നിൻ്റെ വെള്ളിയും സ്വർണവും നിൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും എനിക്ക് തരണമെന്ന് പറയാൻ ഞാൻ നിൻ്റെ പക്കലേക്ക് ആളയച്ചിരുന്നല്ലോ. നാളെ ഈ സമയമാകുമ്പോഴേക്കും ഞാൻ എൻ്റെ സേവകന്മാരെ നിൻ്റെ പക്കലേക്ക് അയക്കും. നിൻ്റെ കൊട്ടാരവും സേവകന്മാരുടെ വീടുകളും പരിശോധിച്ച് നിൻ്റെ ദൃഷ്ടികളിൽ പ്രിയപ്പെട്ടതൊക്കെയും അവർ കൈക്കലാക്കി കൊണ്ടുപോരും. അപ്പോൾ ഇസ്രായേൽ രാജാവ് ദേശത്തെ എല്ലാ ശ്രേഷ്ഠന്മാരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, ഇവൻ തിന്മ അന്വേഷിക്കുന്നത് നിങ്ങൾ കണ്ടു ഗ്രഹിച്ചാലും, എന്നാൽ ഇവൻ എൻ്റെ ഭാര്യമാർക്കും മക്കൾക്കും എൻ്റെ വെള്ളിക്കും സ്വർണത്തിനും വേണ്ടി ആളയച്ചിരിക്കുന്നു. അതിനോട് ഞാൻ എതിർത്തില്ല. ശ്രേഷ്ഠന്മാരെല്ലാവരും ജനം മുഴുവനും അവനോട് പറഞ്ഞു, അങ്ങ് കേൾക്കരുത്, സമ്മതിക്കുകയും അരുത്. അതിനാൽ അവൻ ബെൻഹദാദിൻ്റെ ദൂതന്മാരോട് പറഞ്ഞു, എൻ്റെ യജമാനായ അവനോട് പറയുവിൻ, ഈ ദാസൻ്റെ പക്കലേക്ക് അങ്ങ് പറഞ്ഞയച്ചവയിൽ ആദ്യത്തേതെല്ലാം ഞാൻ ചെയ്യാം. എന്നാൽ ഈ കാര്യം ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. ദൂതന്മാർ പോയി അവന് വാർത്ത എത്തിച്ചു. ബെൻഹദാദ് അവൻ്റെ അടുക്കലേക്ക് ആളയച്ചു പറഞ്ഞു, സമരിയായിലെ മണ്ണ് എൻ്റെ അനുയായികളായ ജനത്തിന് മുഴുവൻ ഓരോ പിടി വാരാൻ തികഞ്ഞാൽ ദേവന്മാർ എന്നോട് ഇങ്ങനെയും അതിലധികവും ചെയ്തു കൊള്ളട്ടെ. ഇസ്രായേൽ രാജാവ് മറുപടിയായി പറഞ്ഞു, നിങ്ങൾ പറയുവിൻ, അരമുറുക്കുന്നവൻ അഴിക്കുന്നവനെപ്പോലെ വമ്പ് പറയരുത്. ഈ കാര്യം കേട്ടപ്പോൾ അവനും അവൻ്റെ രാജാക്കന്മാരും കൂടാരങ്ങളിൽ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ തൻ്റെ സേവകരോട് പറഞ്ഞു, തയ്യാറാകുവിൻ. അവർ നഗരത്തിനെതിരെ തയ്യാറായി നിന്നു. അപ്പോൾ ഇതാ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഈ വലിയ ആൾക്കൂട്ടം നീ കണ്ടില്ലേ? ഇതാ ഞാൻ ഇന്ന് അതിനെ നിനക്ക് നൽകിയിരിക്കുന്നു. ഞാനാണ് കർത്താവ് എന്ന് നീ അറിയും. ആഹാബ് ആരാഞ്ഞു, ആരിലൂടെ? അയാൾ പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ദേശാധിപതികളുടെ ചെറുപ്പക്കാരിലൂടെ. അവൻ ചോദിച്ചു, ആരാണ് യുദ്ധം ആരംഭിക്കേണ്ടത്? അയാൾ പ്രത്യുത്തരിച്ചു, നീ തന്നെ. അവൻ ദേശാധിപതികളുടെ ചെറുപ്പക്കാരുടെ കണക്കെടുത്തു. അവർ 232 പേരുണ്ടായിരുന്നു. അവർക്ക് ശേഷം അവൻ ഇസ്രായേല്യരായ സൈന്യം മുഴുവൻ്റെയും കണക്കെടുത്തു. അവർ 7000 പേരുണ്ടായിരുന്നു. അവർ ഉച്ചനേരത്ത് പുറപ്പെട്ടു. അപ്പോൾ കൂടാരങ്ങളിൽ ബെൻഹദാദ് കുടിച്ചുന്മത്തനായിരിക്കുകയായിരുന്നു. അവനും രാജാവായ അവനെ സഹായിക്കുന്ന 32 രാജാക്കന്മാരും. ദേശാധിപതികളുടെ ചെറുപ്പക്കാർ മുമ്പേ പുറപ്പെട്ടു. അപ്പോൾ ബെൻഹദാദ് ആളയച്ചു.
അവർ അവനെ ഇപ്രകാരം അറിയിച്ചു, സമരിയായിൽ നിന്ന് ആളുകൾ പുറപ്പെട്ടിരിക്കുന്നു. അവൻ ആജ്ഞാപിച്ചു, അവർ പുറപ്പെട്ടിരിക്കുന്നത് സമാധാനത്തിനാണെങ്കിൽ അവരെ ജീവനോടെ പിടിക്കുവിൻ. അവർ പുറപ്പെട്ടിരിക്കുന്ന യുദ്ധത്തിനാണെങ്കിലും ജീവനോടെ അവരെ പിടിക്കുവിൻ. നഗരത്തിൽ നിന്ന് വന്ന കൂട്ടർ ദേശാധിപതികളുടെ ചെറുപ്പക്കാരും അവർക്ക് പിന്നാലെയുള്ള സൈന്യവുമായിരുന്നു. അവർ ഓരോ ആളും എതിരാളിയെ വധിച്ചു. ആരാംകാർ പലായനം ചെയ്തു. ഇസ്രായേൽ അവരെ പിന്തുടർന്നു. ആരാം രാജാവായ ബെൻഹദാദ് കുതിരപ്പുറത്ത് രക്ഷപ്പെട്ടു, കുതിരപ്പടയാളികളും. ഇസ്രായേൽ രാജാവ് പുറപ്പെട്ട് കുതിരകളെയും രഥങ്ങളെയും ആക്രമിച്ചു. ആരാമിന് അവൻ വലിയ പ്രഹരമേൽപ്പിച്ചു. അപ്പോൾ മേൽപ്പറഞ്ഞ പ്രവാചകൻ ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തു വന്ന് അവനോട് പറഞ്ഞു, പോയി സ്വയം ശക്തിപ്പെടുത്തുക. നീ ചെയ്യുന്നതെല്ലാം അറിഞ്ഞും കണ്ടും ചെയ്യുക. കാരണം ആരാം രാജാവ് ഈ വസന്തത്തിൽ നിനക്കെതിരെ കയറി വരും. ആരാം രാജാവിൻ്റെ സേവകന്മാർ അവനോട് പറഞ്ഞു, ഗിരിദേവന്മാരാണ് അവരുടെ ദേവന്മാർ. അതുകൊണ്ടാണ് അവർ നമ്മളെക്കാൾ പ്രബലരായത്. സമതലത്തിൽ വെച്ച് നമ്മൾ അവരോട് യുദ്ധം ചെയ്താൽ തീർച്ചയായും നമുക്ക് അവരെക്കാൾ പ്രബലരാകാം. ഇക്കാര്യം ചെയ്യുക. രാജാക്കന്മാർ ഓരോരുത്തരിനെയും സ്വസ്ഥാനത്ത് നിന്ന് മാറ്റി തലസ്ഥാനത്ത് ഗവർണർമാരെ നിയമിക്കുക. അങ്ങയുടെ പക്ഷത്തു നിന്ന് വീണ സൈന്യത്തിൻ്റെ അത്രയും സൈന്യത്തെയും കുതിരയ്ക്ക് കുതിര, രഥത്തിന് രഥം എന്നിവയെയും അണിനിരത്തുക. നമുക്ക് അവരോട് സമതലത്തിൽ വെച്ച് യുദ്ധം ചെയ്യാം. നിശ്ചയമായും നമ്മൾ അവരുടെ മേൽ പ്രബലപ്പെടും. അപ്പോൾ അവൻ അവരുടെ സ്വരം ശ്രവിച്ച് അതുപോലെ പ്രവർത്തിച്ചു. വസന്തത്തിൽ ബെൻഹദാദ് ആരാമിൻ്റെ കണക്കെടുത്ത് ഇസ്രായേലുമായി യുദ്ധം ചെയ്യുന്നതിന് അഫേക്കിലേക്ക് കയറി ചെന്നു. ഇസ്രായേലരുടെയും കണക്കെടുക്കപ്പെട്ടു. അവർ ഒരുങ്ങി അക്കൂട്ടരെ നേരിടാൻ പോയി. ഇസ്രായേല്യർ 2 ചെറിയ കോലാട്ടിൻ പറ്റം പോലെ അവർക്കെതിരെ പാളയമടിച്ചു. എന്നാൽ ആരാംകാർ ദേശം നിറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ദൈവപുരുഷൻ അടുത്തു വന്ന് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, കർത്താവ് ഗിരിദേവനാണ്, അവൻ താഴ്വരകളുടെ ദേവനല്ല എന്ന് ആരാംകാർ പറയുന്നതിനാൽ ഈ വലിയ ആൾക്കൂട്ടത്തെ മുഴുവൻ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. അവർ മുഖാമുഖമായി 7 ദിവസം പാളയമടിച്ചു. 7-ാം ദിവസമായപ്പോൾ യുദ്ധം ആരംഭിച്ചു. ഇസ്രായേല്യർ കാലാളുകളായ 100,000 ആരാംകാരെ ഒറ്റ ദിവസം കൊണ്ട് വധിച്ചു. ശേഷിച്ചവർ അഫേക്ക് നഗരത്തിലേക്ക് പലായനം ചെയ്തു. ശേഷിച്ച ആ 27,000 ആളുകളുടെ മേൽ നഗരമതിൽ പതിച്ചു. ബെൻഹദാദ് പലായനം ചെയ്ത് നഗരത്തിലെ ഒരു ഉള്ളറയിലെത്തി. അവൻ്റെ സേവകന്മാർ അവനോട് പറഞ്ഞു, ഇതാ ഇസ്രായേൽ ഭവനത്തിലെ രാജാക്കന്മാർ കരുണയുള്ള രാജാക്കന്മാരാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അരയിൽ ചാക്കും തലയിൽ കയറും ധരിച്ച് ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോകട്ടെ. ഒരുപക്ഷെ അവൻ അങ്ങയുടെ ജീവൻ നിലനിർത്തിയേക്കും. അവർ തങ്ങളുടെ അരയിൽ ചാക്കുകളും തലയിൽ കയറുകളും ചുറ്റി ഇസ്രായേൽ രാജാവിൻ്റെ പക്കലേക്ക് വന്നു. അവർ പറഞ്ഞു, അങ്ങയുടെ ദാസൻ ബെൻഹദാദ് യാചിക്കുന്നു, എൻ്റെ ജീവൻ നിലനിൽക്കാനിടയാകട്ടെ. ആഹാബ് പ്രതിവചിച്ചു, അവൻ ഇനിയും ജീവിക്കുന്നു, അവൻ എൻ്റെ സഹോദരനാണ്. ആ മനുഷ്യർ ശുഭലക്ഷണം കണ്ട് അത് അവനിൽ നിന്നുള്ള അനുകൂല പ്രഖ്യാപനമായെടുത്ത് തിടുക്കം കൂട്ടി പറഞ്ഞു, അതെ, ബെൻഹദാദ് അങ്ങയുടെ സഹോദരനാണ്. അവൻ ആജ്ഞാപിച്ചു, പോയി അവനെ കൂട്ടിക്കൊണ്ടുവരുവിൻ. ബെൻഹദാദ് അവൻ്റെ പക്കലേക്ക് എത്തിയപ്പോൾ അവൻ അയാളെ രഥത്തിൽ കയറ്റി. അവൻ അയാളോട് പറഞ്ഞു, എൻ്റെ പിതാവ് നിൻ്റെ പിതാവിൽ നിന്ന് പിടിച്ചെടുത്ത പട്ടണങ്ങൾ ഞാൻ മടക്കിത്തരുന്നു. എൻ്റെ പിതാവ് സമരിയായിൽ സ്ഥാപിച്ചതുപോലെ നീയും ദമാസ്കസിൽ തെരുവീഥികൾ സ്ഥാപിക്കണം. ഈ വ്യവസ്ഥയിൽ ഞാൻ നിന്നെ വിട്ടയക്കുന്നു. അവൻ അയാളുമായി ഒരു ഉടമ്പടി ഉറപ്പിച്ച് അയാളെ വിട്ടയച്ചു. ആഹാബിനെതിരെ പ്രവചനം. പ്രവാചകഗണത്തിൽ നിന്ന് ഒരാൾ കർത്താവിൻ്റെ വാക്കുവഴി തൻ്റെ ഒരു സ്നേഹിതനോട് പറഞ്ഞു, എന്നെ പ്രഹരിച്ചാലും. അയാൾ അവനെ പ്രഹരിക്കാൻ വിസമ്മതിച്ചു. അപ്പോൾ അവൻ അയാളോട് പറഞ്ഞു, കർത്താവിൻ്റെ സ്വരം നീ അനുസരിക്കാത്തതുകൊണ്ട് ഇതാ നീ എൻ്റെ അടുത്തു നിന്ന് പോകുമ്പോൾ നിന്നെ ഒരു സിംഹം കൊല്ലും. അയാൾ അവൻ്റെ പക്കൽ നിന്ന് പോയപ്പോൾ ഒരു സിംഹം അയാളെ കണ്ടു. അത് അയാളെ കൊന്നുകളഞ്ഞു. അവൻ വേറൊരാളെ കണ്ടുമുട്ടി പറഞ്ഞു, എന്നെ പ്രഹരിച്ചാലും. അയാൾ അവനെ പ്രഹരിച്ച് പരിക്കേൽപ്പിച്ചു. അതിനുശേഷം പ്രവാചകൻ പോയി രാജാവിനായി വഴിയിൽ നിലയുറപ്പിച്ചു. തൻ്റെ കണ്ണുകൾക്കുമീതെ ആവരണമിട്ട് അവൻ വേഷപ്രച്ഛന്നനായിരുന്നു. രാജാവ് കടന്നുപോയപ്പോൾ അവൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞു, അങ്ങയുടെ ദാസൻ യുദ്ധത്തിനു നടുവിൽ ഇറങ്ങിച്ചെന്നിരുന്നു. ഇതാ ഒരുവൻ തിരിഞ്ഞ് ഒരാളെ എൻ്റെ അടുത്തെത്തിച്ചു പറഞ്ഞു, ഇയാളെ കാത്തുകൊള്ളുക. ഇയാൾ നഷ്ടമാവുകയെങ്ങാനും ചെയ്താൽ
ഇയാളുടെ ജീവന് പകരം നൽകേണ്ടത് നിൻ്റെ ജീവനായിരിക്കും. അല്ലെങ്കിൽ നീ ഒരു കിക്കാർ വെള്ളി തൂക്കി പിഴയൊടുക്കണം. എന്നാൽ അങ്ങയുടെ ദാസൻ പല കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ അവൻ അപ്രത്യക്ഷനായി. ഇസ്രായേൽ രാജാവ് പറഞ്ഞു, അങ്ങനെ നിൻ്റെ വിധി നീ തന്നെ നിശ്ചയിച്ചു. അവൻ പെട്ടെന്ന് കണ്ണിനും മീതെ നിന്ന് ആവരണം എടുത്തു മാറ്റി. അവൻ പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന് ഇസ്രായേൽ രാജാവ് തിരിച്ചറിഞ്ഞു. അവൻ അയാളോട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, എനിക്കായി ഉന്മൂലനാചാര വിധേയമാക്കേണ്ട ആളെ നീ കയ്യിൽ നിന്ന് വിട്ടയച്ചതിനാൽ അവൻ്റെ ജീവന് പകരം നിൻ്റെ ജീവനും അവൻ്റെ ജനത്തിന് പകരം നിൻ്റെ ജനവും ആയിരിക്കും. ഇസ്രായേൽ രാജാവ് നീരസനും വിഷമതനുമായി തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവൻ സമറിയായിൽ എത്തി. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം. ഏദോമിനെതിരെ യുദ്ധം. അതിനുശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടൊപ്പം മെയൂൻകാരും ചേർന്ന് യഹോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോഷാഫാത്തിനോട് ഇപ്രകാരം അറിയിച്ചു, കടലിനക്കരെ ആരാമിൽ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു. ഇതാ അവർ എൻഗേദി എന്ന ഹാസോൻ താമാറിൽ എത്തിയിരിക്കുന്നു. യഹോഷാഫാത്ത് ഭയന്ന് കർത്താവിനോട് ഹിതമാരായാൻ തീരുമാനിക്കുകയും യൂദായിലെങ്ങും ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ഹിതം അന്വേഷിക്കാൻ യൂദാക്കാർ ഒരുമിച്ച് കൂടി. യൂദായിലെ എല്ലാ പട്ടണങ്ങളിൽ നിന്ന് അവർ കർത്താവിനെ അന്വേഷിക്കാൻ വന്നു. യഹോഷാഫാത്ത് കർത്താവിൻ്റെ ആലയത്തിൽ പുതിയ അങ്കണത്തിൻ്റെ മുമ്പിൽ യൂദായുടെയും ജെറൂസലേമിൻ്റെയും സഭയിൽ നിന്നു. അവൻ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവെ, സ്വർഗസ്ഥനായ ദൈവവും സകല ജനതകളുടെയും രാജ്യങ്ങളിൽ ഭരിക്കുന്നവനും അങ്ങ് തന്നെയല്ലേ? അങ്ങയുടെ കരത്തിലാണ് ശക്തിയും പ്രാബല്യവും. അങ്ങയോട് കിടപിടിക്കാൻ ആരുമില്ല. ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തെ നിവാസികളെ അങ്ങ് പുറത്താക്കുകയും അങ്ങയുടെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതിക്ക് എന്നേക്കുമായി അത് നൽകുകയും ചെയ്തില്ലേ? അവർ അവിടെ വസിക്കുകയും അങ്ങയുടെ നാമത്തിനായി അവിടെ അങ്ങേക്കൊരു വിശുദ്ധ സ്ഥലം പണിയുകയും ചെയ്തുകൊണ്ട് അവർ ഇപ്രകാരം പറഞ്ഞുവല്ലോ, ഞങ്ങളുടെ മേൽ അനർത്ഥം, ന്യായവിധി, വാൾ, പകർച്ചവ്യാധി, ക്ഷാമം എന്നിവ വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിന് മുമ്പിലും അങ്ങയുടെ മുമ്പിലും നിൽക്കുകയും ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുകയും ചെയ്താൽ അങ്ങ് ശ്രവിക്കുകയും രക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ അങ്ങയുടെ നാമം ഈ ആലയത്തിലുണ്ട്. അന്ന് ഈജിപ്ത് ദേശത്തു നിന്ന് ഇസ്രായേൽ പോരുമ്പോൾ അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയിർ പർവ്വതക്കാരുടെയും ഇടയിലൂടെ പോകാൻ അങ്ങ് അവരെ അനുവദിച്ചില്ല. അങ്ങനെ അവർ അക്കൂട്ടരെ നശിപ്പിക്കാതെ പിന്തിരിഞ്ഞു. എന്നാലിതാ അങ്ങ് ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന അങ്ങയുടെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ തുരത്തുവാൻ അവർ തന്നെ വന്ന് ഞങ്ങളോട് തിന്മ പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ? കാരണം ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് ശക്തിയില്ല. ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും അങ്ങയുടെ നേർക്കാണ് ഞങ്ങളുടെ ദൃഷ്ടികൾ. യൂദാക്കാരെല്ലാവരും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും പുത്രന്മാരോടും കൂടെ കർത്തൃസന്നിധിയിൽ നിന്നു. അപ്പോൾ കർത്താവിൻ്റെ അരൂപി സഭാമധ്യേ നിന്നിരുന്ന ആസാഫിൻ്റെ പുത്രന്മാരിൽ നിന്നുള്ള ലേവായനായ യഹസിയേലിൻ്റെ മേൽ വന്നു. അവൻ മത്താനിയായുടെ പുത്രനായിരുന്ന ജെയിയേലിൻ്റെ പുത്രനായ ബനായായുടെ പുത്രൻ സക്കറിയായുടെ പുത്രനായിരുന്നു. അവൻ പറഞ്ഞു, എല്ലാ യൂദാക്കാരും ജെറൂസലേം നിവാസികളും യഹോഷാഫത്ത് രാജാവും ശ്രദ്ധിക്കട്ടെ. കർത്താവ് നിങ്ങളോട് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഈ വൻ സൈന്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഭയപ്പെടേണ്ട, പരിഭ്രമിക്കുകയുമരുത്. എന്നാൽ യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റേതാണ്. നാളെ അവർക്കെതിരെ ഇറങ്ങിച്ചെല്ലുക. ഇതാ അവർ കയറി വരുന്നത് സീസ് കയറ്റത്തിലൂടെയാണ്. യെറുവേൽ മരുഭൂമിയുടെ മുമ്പിൽ താഴ്വര അവസാനിക്കുന്നിടത്ത് വെച്ച് നിങ്ങളവരെ നേരിടും. ഇതിൽ യുദ്ധം ചെയ്യുന്നത് നിങ്ങളല്ല. യൂദായെ, ജെറൂസലേമെ, അണിനിരന്ന് കാത്തുനിന്ന് നിങ്ങളോടൊപ്പമുള്ള കർത്താവിൻ്റെ രക്ഷ കാണുവിൻ. നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. നാളെ അവർക്ക് നേരെ പുറപ്പെടുവിൻ. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ യഹോഷാഫാത്ത് നിലംപറ്റെ താണു വണങ്ങി. കർത്താവിനെ ആരാധിക്കുന്നതിന് യൂദാ മുഴുവനും ജെറൂസലേം നിവാസികളും കർത്താവിൻ്റെ മുമ്പിൽ കുമ്പിട്ടു. കെഹാത്യരും കോറഹ്യരുമായ ലേവായർ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ അത്യുച്ചത്തിൽ സ്തുതിക്കാനായി എഴുന്നേറ്റു. അവർ അതിരാവിലെ ഉണർന്ന് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോഷാഫാത്ത് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, യൂദാക്കാരെ, ജെറൂസലേം നിവാസികളെ, എന്നെ കേൾക്കുവിൻ.
നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ സംരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകരിൽ വിശ്വസിക്കുവിൻ, അപ്പോൾ നിങ്ങൾ വിജയം വരിക്കും. ജനങ്ങളുമായി ആലോചിച്ച് കർത്താവിനായി ഗായകരെയും വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ സ്തുതിപ്പുകാരെയും അവൻ നിയോഗിച്ചു. സൈന്യത്തിനു മുമ്പിൽ പുറപ്പെട്ടപ്പോൾ അവർ ഉരുവിട്ടുകൊണ്ടിരുന്നു. കർത്താവിന് നിങ്ങൾ കൃതജ്ഞതയർപ്പിക്കുവിൻ, എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവർ ഗാനത്താലും കീർത്തനത്താലും സ്തുതിച്ച ആ സമയം കർത്താവ് യൂദായ്ക്കെതിരെ വന്ന അമ്മോന്യർ, മോവാബ്യർ, സെയീർ പർവ്വതക്കാർ എന്നിവർ അവർക്കെതിരെ പതിയിരിപ്പുകാരെ ഏർപ്പെടുത്തി. അങ്ങനെ അക്കൂട്ടർ പ്രഹരിക്കപ്പെട്ടു. അമ്മോന്യരും മോവാബ്യരും സെയീർ പർവ്വത നിവാസികളെ നശിപ്പിച്ച് ഇല്ലാതാക്കാൻ ഒന്നിച്ചു നിന്നു. സെയീർ നിവാസികളെ ഇല്ലാതാക്കി കഴിഞ്ഞപ്പോൾ അവർ ഓരോരുത്തരും നാശത്തിനായി പരസ്പരം സഹായിച്ചു. മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിൽ വന്ന് സൈന്യത്തിന് നേരെ യൂദാക്കാർ തിരിഞ്ഞപ്പോൾ ഇതാ അവർ ശവശരീരങ്ങളായി നിലത്ത് വീണ് കിടക്കുന്നു. രക്ഷപ്പെട്ട ആരുമില്ലായിരുന്നു. യഹോഷാഫാത്ത് തൻ്റെ ജനത്തോടൊപ്പം അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കാൻ ചെന്നു. അവരുടെ ഇടയിൽ വളരെയധികം വസ്തുക്കളും ശവശരീരങ്ങളും വിലയേറിയ പാത്രങ്ങളും അവർ കണ്ടെത്തി. അവർ വഹിക്കാവുന്നതിലധികം തങ്ങൾക്കായി കൊള്ള ചെയ്തു. വസ്തുക്കൾ കൊള്ള ചെയ്യുന്നത് 3 ദിവസം നീണ്ടുനിന്നു. എന്നാൽ അവ അത്രയേറെ ഉണ്ടായിരുന്നു. 4-ാം ദിവസം അവർ ബറാക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവിടെ അവർ കർത്താവിനെ വാഴ്ത്തി. അതുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ പേര് ഇന്നുവരെ ബറാക്ക താഴ്വര എന്ന് അവർ വിളിക്കുന്നു. അവർ യൂദാക്കാരും ജെറുസലേംകാരുമായ ഓരോരുത്തരും തങ്ങളുടെ നേതാവ് യഹോഷാഫാത്തിനോടൊത്ത് ആഹ്ലാദപൂർവ്വം ജെറുസലേമിലേക്ക് മടങ്ങിപ്പോകുന്നതിനായി തിരിച്ചു. എന്നാൽ കർത്താവ് തങ്ങളുടെ ശത്രുക്കളുടെ മേൽ അവരെ സന്തോഷിക്കാൻ ഇടയാക്കിയിരുന്നു. വീണകൾ, കിന്നരങ്ങൾ, കാഹളങ്ങൾ എന്നിവയോടെ അവർ ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ചെന്നു. ഇസ്രായേലിൻ്റെ ശത്രുക്കളോട് കർത്താവ് യുദ്ധം ചെയ്തെന്ന് കേട്ടപ്പോൾ ദേശങ്ങളിലെ സകല ഭരണകൂടങ്ങളുടെയും മേൽ ദൈവത്തോടുള്ള ഭീതി ഉളവായി. യഹോഷാഫാത്തിൻ്റെ രാജ്യം ശാന്തമായിരുന്നു. അവൻ്റെ ദൈവം അവന് ചുറ്റുപാടുനിന്ന് സ്വസ്ഥത നൽകി. അങ്ങനെ യഹോഷാഫാത്ത് യൂദായിൽ ഭരിച്ചു. ഭരണമേൽക്കുമ്പോൾ അവന് 35 വയസ്സായിരുന്നു. അവൻ 25 വർഷം ജെറുസലേമിൽ ഭരിച്ചു. അവൻ്റെ അമ്മയുടെ പേര് അസൂബ എന്നായിരുന്നു. അവൾ ഷിൽഹിയുടെ പുത്രിയായിരുന്നു. അവൻ തൻ്റെ പിതാവായ ആസയുടെ മാർഗത്തിൽ ചരിച്ചു. കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചതുകൊണ്ട് അവൻ അതിൽ നിന്ന് വ്യതിചലിച്ചില്ല. എങ്കിലും അവർ പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൽ ജനം ഇനിയും തങ്ങളുടെ ഹൃദയം ഉറപ്പിച്ചിരുന്നില്ല. യഹോഷാഫാത്തിൻ്റെ പ്രവർത്തികളുടെ ശിഷ്ടഭാഗം ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ചേർക്കപ്പെട്ടിട്ടുള്ള ഹനാനിയുടെ പുത്രനായ യേഹുവിൻ്റെ വൃത്താന്തങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അനന്തരം യൂദാ രാജാവായ യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവായ അഹസ്യായുമായി സഖ്യത്തിലേർപ്പെട്ടു. അയാൾ തിന്മ പ്രവർത്തിക്കുന്നവനായിരുന്നു. താർഷീഷിലേക്ക് പോകുന്നതിന് കപ്പലുകൾ നിർമ്മിക്കുന്നതിന് അവൻ അയാളുമായി സഖ്യം ചെയ്തു. എസിയോൻ ഗബറയിൽ വെച്ച് അവർ കപ്പൽ നിർമ്മിച്ചു. മരേഷായിൽ നിന്നുള്ള ദോദാവാഹുവിൻ്റെ പുത്രൻ എലിയസർ യഹോഷാഫാത്തിനെതിരെ ഇപ്രകാരം പ്രവചിച്ചു: അഹസ്യയുമായി നീ യുദ്ധം ചെയ്തതിനാൽ നീ നിർമ്മിച്ചതെല്ലാം കർത്താവ് നശിപ്പിക്കുന്നു. അങ്ങനെ കപ്പലുകളെല്ലാം തകർക്കപ്പെട്ടു. താർഷിഷിലേക്ക് പോകാൻ അവയ്ക്ക് കഴിഞ്ഞില്ല. ഉത്തമഗീതം 6-ാം അധ്യായം. തോഴിമാർ. അങ്കനമാരിൽ അഴകാർന്നവളെ, നിൻ്റെ പ്രിയൻ എങ്ങോട്ടാണ് നടന്നത്? എങ്ങോട്ടാണ് നിൻ്റെ പ്രിയതമൻ തിരിഞ്ഞുപോയത്? നിന്നോടൊപ്പം ഞങ്ങളും അവനെ തേടാം. മണവാട്ടി. എൻ്റെ പ്രിയൻ എൻ്റെ ഉദ്യാനത്തിലേക്ക്, സുഗന്ധദ്രവ്യത്തടങ്ങളിലേക്ക് ഇറങ്ങിയതാണ്. തോട്ടങ്ങളിൽ ആടുമേയ്ക്കാനും ലില്ലിപ്പൂക്കൾ ശേഖരിക്കാനും തന്നെ. ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്. ലില്ലികൾക്കിടയിൽ ആടുമേയ്ക്കുന്ന എൻ്റെ പ്രിയൻ എൻ്റെയും. മണവാളൻ. എൻ്റെ സഖി, നീ തിർസ പോലെ മനോഹരിയാണ്, ജെറൂസലേം പോലെ സുന്ദരിയും. കൊടിക്കൂറകളേന്തിയവനെ പോലെ നീ ഭയദയുമാണ്. എന്നെ ആമഗ്നനാക്കുന്ന നിൻ്റെ ആ നയനങ്ങൾ നീ എന്നിൽ നിന്ന് പിൻവലിക്കുക. ഗലിയാദിൽ നിന്ന് പരന്നുകിടക്കുന്ന കോലാട്ടിൻ പറ്റം പോലെയാണ് നിൻ്റെ കേശം. കുളി കഴിഞ്ഞ് കയറി വരുന്ന ചെമ്മരയാട്ടിൻ പറ്റം പോലെയാണ് നിൻ്റെ ദന്തങ്ങൾ. അവയെല്ലാം ഇരട്ട പിറന്നവയാണ്. അവയിലൊന്നിനും അനപത്യതയില്ല. നിൻ്റെ മൂടുപടത്തിനു പിന്നിൽ നിൻ്റെ കവിൾത്തടം മാതളപ്പഴ പകുതി പോലെയാണ്.
60 രാജ്ഞിമാരും 80 ഉപനാരികളും എണ്ണമറ്റ യുവതികളുമുണ്ട്. എന്നാൽ ഒരുവൾ മാത്രമാണ് എൻ്റെ മാടപ്രാവ്, എൻ്റെ തികവുറ്റവൾ. എൻ്റെ അമ്മയ്ക്ക് അവൾ ഒരുവൾ മാത്രം, തൻ്റെ അമ്മയ്ക്ക് അവൾ ഒരുവൾ മാത്രം, തന്നെ പ്രസവിച്ചവൾക്ക് അവൾ സംശുദ്ധയാണ്. പെൺമക്കൾ അവളെ കണ്ട് ഭാഗ്യാഭിവാദനം ചെയ്തു. രാജ്ഞിമാരും ഉപനാരികളും അവളെ സ്തുതിച്ചു. ഉഷസ് പോലെ ദൃശ്യയായവളും അമ്പിളി പോലെ മനോഹരിയും വെയിൽ പോലെ തെളിഞ്ഞവളും കൊടിക്കൂറകളേന്തിയവരെ പോലെ ഭയതയും ആയ ഇവൾ ആരാണ്? മണവാട്ടി. താഴ്വരയിലെ പുതുനാമ്പുകൾ നോക്കാൻ, മുന്തിരിവള്ളി മുട്ടിട്ടോ എന്നും മാതളമരങ്ങൾ പൂവിട്ടോ എന്നും കാണാൻ ഞാൻ ബദാം തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ഞാൻ അറിയാതെ തന്നെ എൻ്റെ ആത്മാവ് എന്നെ എൻ്റെ വരേണ്യജനത്തിൻ്റെ രഥങ്ങളിൽ ഇരുത്തി.